കഴിഞ്ഞ ദിവസം വന്ന ഹൈക്കോടതി ഉത്തരവിനെക്കുറിച്ച് പല മാധ്യമങ്ങളും എഴുതിയത് കാണുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ED അന്വേഷണത്തിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ടു എന്നൊക്കെ തോന്നിപ്പോകും. ED അന്വേഷണത്തിന് സ്റ്റേ എന്ന തലക്കെട്ടിൽ വീണ വിജയൻ്റെ ചിത്രവും നൽകിയിട്ടാണ് പലരും വാർത്ത നൽകിയത്. അതും ചിലപ്പോൾ PR വർക്കിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷേ EDയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്നലത്തെ കോടതി ഉത്തരവിന് ശേഷം അവർ വീണയെ കാത്തുനിൽക്കുകയാണ് പൂട്ടിയിടാൻ വേണ്ടി. കാരണം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസായതിനാൽ അവർ അന്വേഷിച്ചത് വീണ വിജയൻ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. അതിൽ 100% കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് കണ്ടെത്തുകയും വീണ വിജയൻ എല്ലാ തെളിവുകളോടും കൂടി പ്രതിയായിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത നടപടിയിലേക്ക് കടക്കാനാണ് ED ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. ഇന്നലെ വന്ന കോടതി ഉത്തരവ് എന്ന് പറയുന്നത് CMRLനെ കുറിച്ചുള്ളതാണ്. അതിൽ വീണ വിജയൻ്റെ പേര് പോലും പരാമർശിക്കുന്നില്ല. അതുമായി പുരബന്ധം പോലുമില്ല. CMRLനെതിരെയുള്ള ED അന്വേഷണം നിർത്തണം എന്നുള്ളതായിരുന്നു അവരുടെ ഹർജി. എന്നാൽ വെള്ളിയാഴ്ച വരെ മാത്രം സ്റ്റേ നൽകുകയും അതിൽ തീരുമാനവും അന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. അപ്പോഴും അത് വീണയുടെ അന്വേഷണത്തെ ബാധിക്കുന്നേയില്ല. അതുകൊണ്ട് തന്നെ CMRL എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണയ്ക്കെതിരായ അന്വേഷണത്തിൽ അതിശക്തമായ നടപടികളുമായി മുന്നോട്ടു നീങ്ങാനാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വീണയെ ഇപ്പോൾ പൊക്കി അകത്തിടുമെന്നൊക്കെ പറയുന്നതിന് പകരം തിരക്ക് പിടിച്ചുള്ള നീക്കങ്ങളൊന്നുമില്ലാതെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുമായിരിക്കും മുന്നോട്ടു പോവുക എന്നാണ് ED വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയായിരുന്ന ഒരാളുടെ മകൾ ചെയ്തിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ വലിയ നടപടികളാണ് വീണയെ കാത്തിരിക്കുന്നത്. അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണമായതിനാൽ പ്രതിസ്ഥാനത്തുള്ളവരുടെ എല്ലാം സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയെന്ന നടപടി അത്യാവശ്യമാണ്. അങ്ങനെ അത്യാവശ്യമാണെന്നിരിക്കെ വീണയുടെ കാര്യത്തിലും അതുണ്ടാകും. അതിനു മുന്നോടിയായി സമൻസ് നൽകി വീണയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും. മറുപടി വിലയിരുത്തിയാകും തുടർ നടപടി. സേവനം നൽകാതെയാണ് CMRൽ നിന്ന് വീണ പണം കൈപ്പറ്റിയത് എന്ന് ED സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതിൽ ഇനി മാറ്റമൊന്നും ഉണ്ടാകില്ല. ഇത് CMRLൻ്റെ ഭാഗത്തു നിന്നും നടത്തിയ കള്ളപ്പണം വെളുപ്പിക്കലാണെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് EDയുടെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. CMRലിൽ നിന്ന് പണം കൈപ്പറ്റിയ മറ്റുള്ളവരെക്കുറിച്ചുള്ള അന്വേഷണവും സമാന്തരമായി തന്നെ നടക്കുന്നുണ്ട്. സ്വത്തൊക്കെ കണ്ടുകെട്ടുന്നതിൻ്റെ മുന്നോടിയായി വീണ വിജയൻ എന്തൊക്കെ സ്വത്തുക്കൾ ഉണ്ട് എന്നതുകൂടി അറിയാനായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ED റെയ്ഡ് എന്ന് പറയേണ്ടി വരും. അതിൽ വീണയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ എല്ലാം റെയ്ഡിൽ ED പിടിച്ചെടുത്തിരിക്കുന്നു. ഇവയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇനി സമൻസ് അയക്കുക. അത് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഉണ്ടാകും. EDയുടെ കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരിക്കും വീണയെ ചോദ്യം ചെയ്യുന്നത് എന്നും അതിനുശേഷമായിരിക്കും സ്വത്ത് കണ്ടുകെട്ടലിലേക്ക് ED കടക്കുക എന്നുമാണ് അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും അവസ്ഥ വളരെ ദയനീയമാണ്. ആ വീട് തന്നെ ശോകമുഖമാണ്. അങ്ങനെയുള്ളൊരവസ്ഥയിലെങ്കിലും ഈ ED ആക്രമണം അവർക്ക് ഒഴിവാക്കാമായിരുന്നു. EDയുടെ ഉദ്യോഗസ്ഥർ വന്ന വാഹനവും അടിച്ചു തകർക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തത് ചെറിയ കേസല്ല. അതിൽ കുടുങ്ങാൻ പോകുകയാണ് പലരും. പിണറായി വിജയൻ്റെ വീടിന് മുന്നിൽ ED സംഘം ആക്രമണത്തിനിരയായ കേസിൽ സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിലും ഇപ്പോൾ EDയുടെ നിരീക്ഷണം വന്നിരിക്കുകയാണ്. ആ വിഷയത്തിൽ EDയുടെ പക പിണറായി കുടുംബത്തിന് തിരിച്ചടിയാകും എന്നുള്ളതിൽ തർക്കമില്ല. കാരണം ബംഗാളിൽ നമ്മൾ കണ്ടതാണ്. ബംഗാളിൽ മുൻപ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണത്തിനായി CBIയെ നിയോഗിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. ED അങ്ങനെയൊന്നും വെറുതെ വിടാറില്ല എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. കേരളത്തിൽ സമാന രീതിയിലുള്ള അന്വേഷണം വേണമോ എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്തിമ തീരുമാനമെടുക്കാൻ പോകുകയാണ്. കേസിൻ്റെ വിശദാംശങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര ഇൻ്റലിജൻസും സംസ്ഥാനത്തെ നടപടിക്രമങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് കേസിൽ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ ഭാഗത്തു നിന്നും പിണറായിക്ക് തിരിച്ചടി തന്നെയാണ് വരാൻ പോകുന്നത്. ഏതായാലും വീണ വിജയൻ നടന്നു നീങ്ങുന്നത് EDയുടെ വലിയ നടപടിയിലേക്കും അറസ്റ്റിലേക്കും തന്നെയാണ്. അതിന് തടയിടാനുള്ള ഒരു പ്രാപ്തിയും ഇല്ലാതെ പിണറായി വിജയൻ തല താഴ്ത്തി നിൽക്കുന്ന ഒരവസ്ഥയിലുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.